കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച കപ്പലിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയത് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്രസേന. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. അതിനുശേഷം പോലീസിൽ ഔദ്യോഗികമായി കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിൽ കൊച്ചിൻ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എഴുത്ത് കണ്ടെത്തിയതിനെ തുടർന്ന് കപ്പൽശാലയിൽ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കപ്പലിന്റെ ഉൾവശത്തെ ചുമരിൽ മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് കോറി വരച്ച് എഴുതിയ നിലയിലായിരുന്നു എഴുത്ത്. പ്രതിരോധ മേഖലയിൽ തന്ത്രപരമായ പ്രാധാന്യമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഉള്ളത് എന്നതിനാൽ വിഷയത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് കപ്പലിനുള്ളിൽ എഴുതിയത് കണ്ടെത്തിയതെന്നാണ് വിവരം. കപ്പൽശാല അധികൃതർ ആദ്യം അന്വേഷണം നടത്തുകയും അതായത് അവരൊരു ആഭ്യന്തരമായ രീതിയിലൊരു അന്വേഷണം നടത്തുകയും പിന്നീട് പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകുകയുമായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി എറണാകുളം ടൗൺ സൗത്ത് പോലീസ് നിരവധി ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും വിശദമായ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. അതേസമയം സുരക്ഷാ കാരണങ്ങളാൽ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഷിപ്പ്യാർഡ് അധികൃതർ തയ്യാറായിട്ടില്ല. കുറ്റക്കാരെ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ചും വലിയ വെല്ലുവിളിയാണ്. അറ്റകുറ്റപ്പണികൾ നടന്ന സമയത്ത് സ്ഥിരം ജീവനക്കാരും കരാർ തൊഴിലാളികളും ഉൾപ്പെടെ 100ഓളം പേർക്ക് ഈ കപ്പലിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. എഴുത്ത് കണ്ടെത്തിയ ഭാഗത്ത് CCTV ക്യാമറകൾ ഇല്ലായിരുന്നുവെന്നത് അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. നിലവിൽ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ, ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നവർ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കപ്പൽ അറ്റകുറ്റപ്പണിക്കായി കൊച്ചിയിൽ എത്തുന്നതിന് മുമ്പാണോ ഈ എഴുത്ത് രേഖപ്പെടുത്തിയതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കരാർ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട് മുമ്പും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സുരക്ഷാ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ഏജന്റുകൾക്ക് തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകിയതിന് കപ്പൽശാലയുടെ മാൽപ്പ യൂണിറ്റിൽ നിന്ന് 2025 UP-ക്കാരായ 2 കരാർ തൊഴിലാളികൾ അറസ്റ്റിലായ കേസ് ഇതിലൊന്നാണ്. 2023 ഹണി ട്രാപ്പിൽ കുടുങ്ങിയ ഇലക്ട്രോണിക് മെക്കാനിക്കിനെതിരെയും 2021 വ്യാജ രേഖകളുമായി ജോലി ചെയ്ത അഫ്ഗാൻ പൗരനെതിരെയും നടപടി സ്വീകരിച്ചിരുന്നു. 2019 നിർമ്മാണത്തിലിരുന്ന INS വിക്രാന്തിൽ നിന്ന് ഹാർഡ് ഡിസ്കുകൾ മോഷ്ടിക്കപ്പെട്ട സംഭവം വലിയ വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിൽ എല്ലാ പഴുതുകളും അടച്ചൊരു അന്വേഷണമാണ് പോലീസും കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലിക്കെത്തുന്ന കേന്ദ്ര ഏജൻസികൾ അവരുടെ വിവരങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഉന്നത അധികൃതർ ശേഖരിക്കാതിരിക്കുന്നത് വലിയൊരു പാളിച്ചയാണ്. അതായത് ഈ കരാർ തൊഴിലാളികളെ എടുക്കുന്നത് അവർ കൂടുതലായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കും. നമുക്കറിയാം, ഈ കേരളത്തിൽ ബംഗ്ലാദേശികളടക്കം വ്യാജ ആധാർ കാർഡുകളും അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകളും വ്യാജ ഐഡന്റിറ്റി കാർഡുകളും ഒക്കെ തരപ്പെടുത്തിയാണ് ഓരോ സ്ഥലത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലും ആ രീതിയിലേക്കുള്ള ഒരു ബംഗ്ലാദേശികളോ അല്ലെങ്കിൽ അന്യസംസ്ഥാന കുറ്റകൃത്യങ്ങൾ പങ്കെടുക്കുന്ന ആരെങ്കിലും അവിടെ ജോലിയിൽ ഉണ്ടായിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയാണ് UP സ്വദേശികളായ 2 പേരെ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയതിൽ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ കരാർ ജീവനക്കാരുടെ ഒരു മൊത്തത്തിൽ അവരുടെ പശ്ചാത്തലം ഒന്നും തന്നെ പരിശോധിക്കാതെ അവരെ ജോലിയിലേക്ക് കൊണ്ടുവരുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അത് പലതവണ അതിൽ INS വിക്രാന്തിലടക്കം ഹാർഡ് ഡിസ്ക് മോഷ്ടിക്കപ്പെട്ടതിലും 2 UP സ്വദേശികളെ അറസ്റ്റ് ചെയ്തതും കൂടാതെ 2025 ഒരു പാക് ചാരസുന്ദരിയുടെ വലയിൽ വീണ് അവിടുത്തെ ഒരു കരാർ തൊഴിലാളി ഡേറ്റകളെല്ലാം തന്നെ മോഷ്ടിച്ചു കൊടുത്തതും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടർന്ന് ഒരു കർശനമായ നടപടിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കർശനമായ ഒരു സുരക്ഷാ വലയം തീർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൂടാതെ പിണറായി സർക്കാരിന്റെ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രിയായിരുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് നിർദ്ദേശപ്രകാരം, അതായത് കേരള സർക്കാരിന്റെ ഗസ്റ്റായിട്ട് യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഡൽഹിയിൽ നിന്നും എത്തുകയും ചെയ്തിരുന്നു. ജ്യോതി മൽഹോത്ര കൊച്ചിയിലെ ഷിപ്പ്യാർഡിലടക്കം തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾക്ക് സർക്കാരിന്റെ ഒരു അതിഥി എന്ന നിലയിലേക്ക് പ്രവേശിക്കുകയും അവിടുത്തെ ഫോട്ടോകളടക്കം എടുക്കുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ ചിത്രങ്ങളെല്ലാം എടുത്ത് പാകിസ്ഥാനിലെ ഹാൻഡിലുകൾക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ രാജ്യദ്രോഹിയായ ഒരാളെ സർക്കാരിന്റെ പൈസ ചെലവാക്കി, അത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സർക്കാർ പരമാവധി വിവരിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡ് വരെ എത്തിച്ച് തന്ത്രപ്രധാനമായ വിവരങ്ങളെല്ലാം തന്നെ ചോർത്തിയെടുത്ത് പാകിസ്ഥാനിലേക്ക് കൊടുത്ത സംഭവം വളരെ ഗൗരവത്തോടെ കേന്ദ്ര ഏജൻസികൾ ഇപ്പോഴും ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതരത്തിലുമുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടും അവിടെ ടൗൺ പോലീസും, അതായത് എറണാകുളം ടൗൺ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സുരക്ഷ എടുക്കുന്നില്ല. അവർ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും ഇപ്പോഴും അടിക്കടി ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുകയാണ്. അതോടൊപ്പം തന്നെ UP-യിൽ ഒരു മുസ്ലിം പള്ളിയിൽ ഫാൻ നന്നാക്കാനായിട്ട് ഒരു മുസ്ലിം പള്ളിയിലെ ഒരു പണ്ഡിതൻ ഒരു ഫാൻ നന്നാക്കുന്ന കടയിലേക്ക് എത്തിയപ്പോഴും ആ ഫാനിൽ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരു
ലേബൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലടക്കം ഒരു ഉത്സവത്തിൽ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചപ്പോഴും അതിനകത്ത് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന ഒരു ലേബൽ ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുമുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അടിക്കടി നടക്കുന്ന സുരക്ഷാ വീഴ്ചകൾ അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കുന്നത്. കൂടാതെ കേന്ദ്ര ഏജൻസിയുടെ യൂണിറ്റുകൾ 2-3 ഉന്നത ഉദ്യോഗസ്ഥർ, IVL ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിൻ ഷിപ്പ്യാർഡിലെത്തി വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിവരങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു സമഗ്രമായ ഒരു അന്വേഷണം അവർ നടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.